എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് പാസ്സായവർക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ സർക്കാർ മഹിളാ മന്ദിരത്തിലും അതുപോലെ തന്നെ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മേട്രൺ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാം ക്ലാസ് വിജയിച്ച വനിതകൾക്ക് കേരള സർക്കാർ സ്ഥാപനത്തിൽ താൽക്കാലിക ജോലി നേടാൻ അവസരമുണ്ട്. കോഴഞ്ചേരി, കീഴുകര സർക്കാർ മഹിളാ മന്ദിരത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ മേട്രന്മാരെ നിയമിക്കുന്നുണ്ട്. പ്രായപരിധി വരുന്നത് 50 വയസ്സ് കവിയാൻ പാടില്ല. 50 വയസ്സ് വരെ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത വേണ്ടത് മേട്രൺ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് വിജയമാണ് അടിസ്ഥാന യോഗ്യത വേണ്ടത്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപ്പോൾ 10ാം ക്ലാസ് പാസ്സായവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം നവംബർ 22 രാവിലെ 11 മണിക്ക് മഹിളാ മന്ദിരത്തിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും കോപ്പിയുമായിട്ട് നവംബർ 22 തീയതി രാവിലെ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. സംശയങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 0468 23 1 00 57. മൊബൈൽ നമ്പരും ഉണ്ട്. 9947 29 73 63. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. ഇനി അടുത്തത് നോക്കാം. അടുത്തത് കേരള സർക്കാരിൻ്റെ കീഴിലാണ്. കേരള സർക്കാരിൻ്റെ കീഴിൽ സോഷ്യൽ ജസ്റ്റിസ് ഓർ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ജോലി അവസരം ഉള്ളത്. തസ്തികയുടെ പേര് മേട്രൺ ഗ്രേഡ് 1 ആണ്. ശമ്പളം ലഭിക്കുന്നത് 26,500 മുതൽ 60,700 രൂപ വരെയാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് കേരള PSC വഴിയാണ്. കാറ്റഗറി നമ്പർ 386/2024 ആണ്. ഇതിലേക്ക് ജോലി വരുന്നത് മലപ്പുറം ജില്ലയിൽ ഒരു വേക്കൻസി, കാസർഗോഡ് ജില്ലയിൽ ഒരു വേക്കൻസി എന്നിങ്ങനെയാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ്. തസ്തികയുടെ പേര് മേട്രൺ ഗ്രേഡ് 1 ആണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ SC ST കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും ഏജിൽ ഇളവുമുണ്ട്. കാൻഡിഡേറ്റ്സ് 2/1/1988 1/1/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഈ തസ്തികയിലേക്കും വുമൺ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സാണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് കേരള PSCയുടെ ഔദ്യോഗിക സൈറ്റായ kerala.psc.gov.in വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ടാണ് PSC വഴി അപേക്ഷിക്കുന്നതെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 4 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് എക്സാം ഉണ്ടായിരിക്കും. എക്സാം വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സാമൂഹ്യനീതി വകുപ്പിലേക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വനിതകളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേട്രൺ ഗ്രേഡ് 1 തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC വഴിയാണ്. ഈ തസ്തികയിലേക്ക് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ 386/2024 ആണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കാരിൻ്റെ കീഴിൽ സർക്കാർ മഹിളാ മന്ദിരത്തിലും ജോലി അവസരമുണ്ട്. വനിതകൾക്കാണ് അവസരമുള്ളത്. ഈ തസ്തികയിലേക്ക് ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ. നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. ഡേറ്റ് മറക്കണ്ട, നവംബർ 22 തീയതിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ 2 തസ്തികകളിലേക്കും താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സർക്കാരിൻ്റെ കീഴിൽ ഈ 2 വകുപ്പുകളിലായിട്ടാണ് ഇപ്പോൾ മേട്രൺ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 2ലും 10ാം ക്ലാസ്സാണ് യോഗ്യത വേണ്ടത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ കൃത്യമായി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.